എയർ ഇന്ത്യ എക്സ്പ്രസിലെ സമരം ഒത്തുതീർപ്പായിട്ടും നെടുമ്പാശ്ശേരിയിലും കണ്ണൂരും സർവീസ് മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2ഉം കണ്ണൂരിൽ നിന്ന് 5 സർവീസുകളുമാണ് മുടങ്ങിയത്. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് കരിപ്പൂരിൽ നിന്നും വിമാനം സർവീസ് നടത്തി. വിവരങ്ങളുമായി ജിജീഷും കണ്ണൂരിൽ നിന്ന് KJ ശ്രീജിത്തുമുണ്ട്. ആദ്യം ജിജീഷിലേക്കാണ്. ജിജീഷ്, ഈ ഒത്തുതീർപ്പൊക്കെയായി, പക്ഷേ എന്നിട്ടും നെടുമ്പാശ്ശേരിയിൽ നിന്ന് സർവീസ് മുടങ്ങിയ സാഹചര്യം, പക്ഷേ മിന്നൽ പണിമുടക്കിൽ ഉണ്ടായൊരു പ്രതിസന്ധി യാത്രക്കാർക്ക് ഉണ്ടായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവർക്ക് നേരത്തെ അറിയിപ്പ് കിട്ടിയിരുന്നു എന്നുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള അതിവേഗ ചർച്ചകൾ നടന്നിരുന്നു. കാരണം ആയിരക്കണക്കിന് യാത്രക്കാരെ വലച്ചുകൊണ്ടായിരുന്നു ഈ സമരം തുടർന്നത്. ആദ്യം മിന്നൽ സമരമായി ആളുകളെ വലച്ചു. അതിനുശേഷം പിന്നീടും നിരവധി സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇതിനിടയിലാണ് ഇന്നലെ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും ഇന്നു മുതൽ ജീവനക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എന്നാൽ അതുമായി ബന്ധപ്പെട്ട സർവീസുകൾ ഇന്നും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയത്. കാരണം ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ജോലിക്ക് തിരികെ കയറുമെന്ന് പറഞ്ഞ ജീവനക്കാരിൽ പലരും ഹാജരാകാത്തതാണ്, അല്ലെങ്കിൽ ജോലിക്ക് എത്താത്തതാണ് വീണ്ടും ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അബുദാബി വിമാനങ്ങൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. രാവിലെ 8:35 പുറപ്പെടേണ്ട ദമാം, ഒപ്പം തന്നെ 8:50 പുറപ്പെടേണ്ട മസ്കറ്റ് വിമാനങ്ങൾ റദ്ദാക്കി. എന്നാൽ നേരത്തെ തന്നെ യാത്രക്കാർക്ക് ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് നൽകിയിരുന്നു, എയർ ഇന്ത്യ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരും തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നില്ല. യാത്ര മുടങ്ങുന്ന വിവരം, അല്ലെങ്കിൽ യാത്ര നടത്താൻ കഴിയില്ല എന്ന കാര്യം അവർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. എന്നാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ തോതിൽ വലയ്ക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായി സർവീസുകൾ റദ്ദാക്കപ്പെടുന്നത്, എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കപ്പെടുന്നത്. സമരം പിൻവലിക്കപ്പെട്ടു, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിജയിച്ചു എന്ന് കരുതുന്ന ഘട്ടത്തിൽ പോലും സമരം തുടരുകയും, അല്ലെങ്കിൽ സമരത്തിന് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രകൾ മുടങ്ങുന്ന സ്ഥിതി വരികയുമാണ് ഉണ്ടായിരുന്നത്. പ്രവാസികളടക്കം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ്. കാരണം നേരത്തെ സമാനമായ സാഹചര്യം, പലർക്കും നിശ്ചിത സമയത്തിനുള്ളിൽ ജോലിക്ക് തിരികെ കയറണം. കൃത്യമായ ലീവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രക്കാരെല്ലാവരും തന്നെ നാട്ടിലേക്ക് തിരികെ വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് കമ്പനി നിർദ്ദേശിക്കുന്ന സമയത്ത് അവരുടെ അവധി പൂർത്തിയാക്കി മടങ്ങേണ്ടതാണ്. പലപ്പോഴും ഈ ഒരു വിശദീകരണം, അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാന സർവീസുകൾ മുടക്കി എന്നത്, കാരണം കേരളത്തിലാണ് ഇത്രയധികം ഏറ്റവും അധികം സർവീസുകൾ മുടങ്ങിയ ഒരു കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ അടക്കം അവരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. മാനേജ്മെന്റും ജീവനക്കാരുടെ സംഘടനയും തമ്മിലായിരുന്നു ഇക്കാര്യത്തിൽ ദില്ലിയിൽ വിശദമായി തന്നെ ചർച്ച നടത്തിയത്. 25 ജീവനക്കാരെ പിരിച്ചുവിട്ട തീരുമാനം പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ എയർ ഇന്ത്യ തയ്യാറാവുകയും ചെയ്തിരുന്നു. ലക്ഷ്മി, ജിജീഷ് വിവരങ്ങൾ നൽകിയത്.